പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായ ഫലം ചെയ്തതിന് അങ്ങേ ദീർഘമാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തുല്യമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ ദീർഘമാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തുല്യമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ ദീർഘമാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തുല്യമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ. ഈ ദിവ്യരഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം ദൈവസന്നദ്ധയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഒന്നാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര വിയർത്തു എന്ന് ധ്യാനിക്കുക. സ്നേഹം നിറഞ്ഞവരെ, ഈ രഹസ്യത്തോടൊപ്പം ഡിൽന, ജോമി ആൻഡ് റാണി എന്നിവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് അവരുടെ കുടുംബത്തെ സമർപ്പിക്കാം. അവരുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്ഥലം വിൽക്കാനും ജോലി ലഭിക്കാനും ഒക്കെയായിട്ട് ഒത്തിരിയേറെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിമിഷമാണിത്. അതുകൊണ്ട് തന്നെ ഈ രഹസ്യത്തോടൊപ്പം ഈ വ്യക്തികളെ ഓർത്തുകൊണ്ടും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ടും നമുക്ക് ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തുല്യമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തുല്യമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തുല്യമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
അങ്ങയുടെ ദുർബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുർബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുർബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുർബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുർബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുർബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുർബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ രക്ഷിക്കണമേ, എല്ലാ പാപങ്ങളെയും വിശുദ്ധിയും സഹായവും ആവശ്യമുള്ളവരെ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി. രണ്ടാം രഹസ്യം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യത്തോടൊപ്പം സാജിമോൻ മാത്യു കളപ്പുരയ്ക്കൽ എന്ന വ്യക്തിയെ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. മാത്യു കളപ്പുരയ്ക്കലിന്റെ കുടുംബത്തെ സമർപ്പിക്കാം. അവരുടെ ജീവിതത്തിന്റെ വേദനകൾ, സങ്കടങ്ങളൊക്കെ സമർപ്പിക്കാം. അസുഖങ്ങൾ മാറാനും ഐശ്വര്യം കടന്നു വരാനും കുടുംബത്തില് ഉന്നതി ഉണ്ടാകാനും ഒക്കെയായിട്ട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. ആ കുടുംബത്തെ മുഴുവൻ തമ്പുരാന്റെ സന്നദ്ധയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ രഹസ്യം ചൊല്ലി തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ
എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവായ യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ ജോസ്മി ജിനു കൊല്ലശ്ശേരി എന്ന വ്യക്തിയെ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ വ്യക്തിയുടെ ജന്മദിനവും കുടുംബത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും കിട്ടാനായിട്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിൽ ഒത്തിരിയേറെ ഐശ്വര്യം ഉണ്ടാകാൻ, സമാധാനം ഉണ്ടാകാൻ, സന്തോഷം ഉണ്ടാകാൻ ആ വ്യക്തിയുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ രഹസ്യം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ
ദിവ്യരഹസ്യം നമുക്ക് ഈ രഹസ്യം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചൊല്ലാൻ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥി നൽകുന്ന പൂരിതയെ ഗാനം ആലപിച്ചുകൊണ്ടായിരിക്കും നന്മ നിറഞ്ഞ ഓർമ്മ ചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവായ യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. സ്നേഹം നിറഞ്ഞവരെ, ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ റോസ്മിൻ, റോബിൻ, സെബാസ്റ്റ്യൻ എന്നിവരെ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാനായിട്ട് ഒരു പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. ആ കുടുംബത്തെയും ആ ജീവിത സാഹചര്യങ്ങളെയും അവരുടെ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളെയും തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രത്യേക സഹായം
പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി. അഞ്ചാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവായ യേശു മിശിഹാ ഗാഗുൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിന്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശുമേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെയും ഈ 31 ദിവസം നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥന ആവശ്യങ്ങളെയും തമ്പുരാന്റെ മുമ്പിൽ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളെ യാചനാരൂപം പിടിച്ച് നമുക്ക് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തിരുഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തിരുഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തിരുഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തിരുഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തിരുഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തിരുഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തിരുഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തിരുഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തിരുഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തിരുഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി. അങ്ങോട്ട് കൊടുക്കാം. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങളെ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും ദൈവമുള്ള മാതാവേ, എന്റെ സംഗീതത്തോടെ വന്ന് നിന്റെ സഹായം തേടി അപേക്ഷിച്ചവരെ കന്യകളുടെ ദൈവമുള്ള മാതാവേ, എന്റെ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് എന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാറ്റി കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധയെ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടണമേ. ആമേൻ. നമ്മുടെ
നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ആവശ്യങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഈ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിലായിരിക്കുന്ന നിമിഷമാണിത്. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതങ്ങളെ വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ 31 ദിവസം ഒത്തിരിയേറെ തമ്പുരാനോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ വേദനകളെ എല്ലാം അനുഗ്രഹിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വേദനകളും സങ്കടങ്ങളും തമ്പുരാന്റെ സന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് തമ്പുരാന്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. ഈശോയുടെ മുമ്പിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഇവരുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും കടന്നു വരണേ കർത്താവേ. ഇവരുടെ ജീവിതത്തിന്റെ വേദനകൾ ഏറ്റെടുക്കണേ കർത്താവേ. ദിവ്യകാരുണ്യനാഥ, ഇവർ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും നമുക്ക് സാധിച്ചു കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്